അപ്പൊ ഹലോ രാവിലെ തന്നെ മൂഞ്ചി ദിവസമായിട്ട് ഇരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു കാഴ്ചകളാണ്. പക്ഷെ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ ആ ദിവസം നല്ല ദിവസങ്ങളായിരിക്കും. അതുപോലെ തന്നെ ശരിയായി എന്റെ മൂഞ്ചി ദിവസം തുടങ്ങി. രാവിലെ തന്നെ പെട്രോൾ കഴിഞ്ഞ് നമ്മൾ റോട്ടിൽ നിൽക്കുക. അപ്പോഴാണ് പെട്ടെന്ന് ഒരുത്തനെ കണ്ടത്. അവനെ കണ്ട് അവന്റെ ബാഗിൽ കയറി നമ്മൾ പെട്രോൾ വാങ്ങി കടയെത്തിയപ്പോൾ നോക്കുമ്പോൾ ഫുള്ള് മഴ. ഇന്നലെ തൊട്ട് നല്ല മഴയാണ്. അതുകൊണ്ട് നാട്ടിലെ എല്ലാവർക്കും അടിപൊളിയാണ്, പണിയൊന്നുമില്ല, വെറുതെ ഇരിക്കുക. അങ്ങനെ ഷോപ്പിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്താണ് ഒരു 2 ഡയറി മിൽക്കും കൊണ്ടുവന്നത്. ഞാനാണെങ്കിൽ ആദ്യം തന്നെ ഒരു ഡയറി മിൽക്ക് പൊട്ടിച്ച് തിന്നിട്ട് നോക്കുമ്പോഴാണ് അത് കേടുവന്ന ഡയറി മിൽക്ക്. ഡേറ്റ് ഒക്കെ കറക്റ്റ് ആയിരുന്നു, എക്സ്പയറി ഡേറ്റ് ആയിട്ടില്ല, പക്ഷെ നല്ല കേടുവന്ന ഡയറി മിൽക്കാണ്. അത് കഴിഞ്ഞ് ഷോപ്പ് വൃത്തിയാക്കി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ ഇറങ്ങുമ്പോൾ എന്റെ മുടി വെട്ടണം എന്ന് തോന്നി. കാരണം രാവിലെ എനിക്ക് ഒരു പണി കിട്ടിയതാണ്. രാവിലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ട്രിം ടൈമില്ലാത്തതുകൊണ്ടാണ് പെട്ടെന്ന് ട്രിം ചെയ്തപ്പോൾ അങ്ങോട്ട് മൂഞ്ചിപ്പോയി. അപ്പൊ നമ്മൾ നേരെ എന്റെ അനിയനെ ഷോപ്പിക്കുന്നു. അവിടെ പോയിട്ട് നമുക്ക് ഇനി മുടി വെട്ടണം ഈ താടി അങ്ങോട്ട് ശരിയാക്കണം. ഇതാണ് ആ ബോറായത്. അങ്ങനെ ഞാൻ മുടി വെട്ടായിരുന്നു. ഇവൻ എന്റെ അനിയനാണ്. ഇവനെ കൊണ്ട് പക്ഷെ എവിടേക്കും പോകാൻ പറ്റില്ല. കാരണം എന്താ പറഞ്ഞാൽ എവിടെ കൊണ്ടുപോയാലും ആൾക്കാർ നമ്മളിങ്ങനെ നോക്കും, ഇപ്പം പെണ്ണാണോ. കാരണം പെട്ടെന്ന് അവനെ കാണുമ്പോൾ അവന്റെ മുടിയെ കണ്ടാൽ ഒരു പെണ്ണിന് ലുക്കുണ്ട്, പക്ഷെ പാവമാണ്. അത് കഴിഞ്ഞ് നമ്മൾ മുടിയൊക്കെ വെട്ടി താടിയൊക്കെ ശരിയാക്കി വലുതാക്കിയിട്ടൊന്നും പറ്റില്ല, എന്തായാലും ഒരു മാറ്റം വരുത്തിയതാണ്. എന്തെങ്കിലും ഒരു മാറ്റം വരണ്ടേ. എന്നിട്ട് നമ്മൾ മിററിന്റെ ഫ്രണ്ടിൽ പോയി കുറച്ച് ഷോ അത് കഴിഞ്ഞ് നമ്മൾ കാല് കെട്ടി കെട്ടങ്ങട് അയച്ചു. ഇനി ഇതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു 2 കൽപ്പിച്ച് അയച്ചാണ്. അങ്ങനെ വീട്ടിൽ വന്ന് നേരെ ഫ്രഷ് ആയി ചോറും നല്ല മീൻ വറുത്തു. അതും കഴിച്ച് നേരെ പിള്ളേരത്തി പോകണം. അവിടെ പോയി നോക്കണ എല്ലാവരും ഉണ്ട്. ഷെജിനും ഷിയാസും ഫിറോസും ഉണ്ട്. അപ്പൊ നോക്കണ ഷെജിരി ഷെജിരി പുതിയ ടീഷർട്ട് വാങ്ങിയതാണ്, പോളോ. അതൊന്നും മാറ്റാറായില്ല. 2 ദിവസമായിട്ട് ഇത് തന്നെയാണ് ഫ്രീക്ക് അവിടെ നടക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫിറോസിന്റെ ഷെഡിക്ക് പോയി. അവിടെ ഫിറോസിന് വണ്ടി പണിത് അതിന്റെ ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴാണ് ഓരോരുത്തർക്ക് ഓരോ ബുദ്ധി. ഇനി അടുത്ത ബിസിനസ് എന്ത് ചെയ്യും, ഇനി അടുത്ത് എന്ത് ചെയ്യും. പക്ഷെ ഒന്നും ചെയ്യാനൊന്നുമുള്ള വെറുതെ പറയാം. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.